ഹലോ, ഇത് ക്ലിയർ ആയില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മൊഡ്യൂളില് ബീമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബീം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ മെമ്പർ ഡിസൈൻസ് ആൻഡ് സപ്പോർട്ട് ലോഡ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദ ലോങ്itudinal ആക്സിസ് റെസിസ്റ്റിംഗ് ബെൻഡിങ് ആൻഡ് ഷിയറിംഗ് ഫോഴ്സ്. അതായത് ഒരു ബീം എന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതുപോലെയാണ് ബീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലോഡ്, അതിനെ പ്രതിരോധിക്കാനായിട്ട് ലോഡ്, ഒരു സ്ട്രക്ചർ ലോഡ് എലമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് ബീം എന്ന് പറയുന്നത്. ബീം എന്ന് പറഞ്ഞാല് ഒരു ആക്സിസിൽ, അത് ലാറ്ററൽ ആക്സിസ് ആവാം, അത് പെർപെൻഡിക്കുലർ ഡിഗ്രി ആവാം. അപ്പൊ അപ്ലൈ ചെയ്യുന്ന ലോഡിനെ പ്രതിരോധിക്കുന്ന ഒരു സ്ട്രക്ചറൽ എലമെന്റ് ആണ് ബീം എന്ന് പറയുന്നത്. ആ ബീം ഇപ്പൊ ബിൽഡിങ്ങിന്റെ അതുപോലെ ബ്രിഡ്ജിന്റെ ഒക്കെ പോലും അങ്ങനെയുള്ള സ്ട്രക്ചറിന് ഒരു ലോഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം. എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ബീം യൂസ് ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെയും അതുപോലെ ബ്രിഡ്ജിന്റെ ഒക്കെ അങ്ങനെ അതുപോലുള്ള സ്ട്രക്ചറുകളിൽ ഒരു ലോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീം ഉപയോഗിക്കുന്നത്. ഈ ബീമിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയാണ് ബീം എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ ബീമിന്റെ ഡെഫിനിഷൻ നോക്കാം. ബീം എന്ന് പറഞ്ഞത് സ്ട്രക്ചറൽ മെമ്പർ ആണ്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോഡ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പെർപെൻഡിക്കുലർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ലോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീം എന്ന് പറയുന്നത്. ഇതിൽ റെസിസ്റ്റ് ചെയ്യാണ്ട് ബെൻഡിങ്ങിനെയും ഷിയർ ഫോഴ്സസിനെയും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബീമിന് ആ ബീമിന്റെ കേസ് പറയുന്നത്. ബീം എന്താണെന്ന് ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുമ്പോൾ സപ്പോർട്ട് അറ്റ് ബോത്ത് എൻഡ്, രണ്ട് എൻഡിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഫിഗർ ഇങ്ങനെ വരാം. ഒരു ലൈൻ, ഒരു ബീം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ സൈഡിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഈ സൈഡിലും ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇങ്ങനെ വരുന്നതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പൊ ബോത്ത് എൻഡിലും സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും, അതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. രണ്ടാമത്തെ വരുന്നതാണ് കാന്റിലിവർ ബീം. കാന്റിലിവർ ബീം എന്ന് പറയുമ്പോൾ ഒരു ബീം വൺ സൈഡ് ഫിക്സഡ് ആയിരിക്കും, അടുത്ത സൈഡിൽ ഫ്രീ ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. കാന്റിലിവർ ബീം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രം ഫിക്സഡ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇത് ഫിക്സഡ് ആയിരിക്കും, അടുത്ത സൈഡ് ഇങ്ങനെ പ്ലെയിനിലേക്ക് ഇങ്ങനെ ഇരിക്കും. ഇതിനെയാണെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഷേപ്പിനെയാണ് കാന്റിലിവർ ബീം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡ് ഓവർ മൾട്ടിപ്പിൾ സപ്പോർട്ട്. ഒറ്റ ബീമിൽ തന്നെ ഒന്നിൽ കൂടുതൽ സപ്പോർട്ട് വരുന്നതിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ബീം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ സപ്പോർട്ടുകൾ ഉണ്ടാവും. എൻഡിൽ മാത്രമല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് കൊടുക്കാം. അപ്പൊ ഒന്നിൽ കൂടുതൽ സപ്പോർട്ടുകൾ വരുന്നതിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. അടുത്തത് ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം ആകുമ്പോൾ രണ്ടെൻഡിലും ബോത്ത് എൻഡിലും ഫിക്സഡ് ആയിരിക്കും. അത് ഫിഗർ ഇതേപോലെയാണ് വരാം, രണ്ടെൻഡിലും ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഒരു ബീം വന്നു, ബീമിന് ഈ സൈഡ് ഫിക്സഡ് ആയിരിക്കും, ഈ സൈഡും ഫിക്സഡ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും വരാം. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഫിക്സഡ് ബീം എന്ന് പറയാം. ഇതൊന്നും ആരും ക്ലിയർ ആണോ? അപ്പൊ സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ രണ്ടെൻഡിലും സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കാന്റിലിവർ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഫിക്സഡ് ആയിരിക്കും, അടുത്ത സൈഡ് ഫ്രീ ആയിട്ടിരിക്കും. കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ ഒന്നിൽ മൾട്ടിപ്പിൾ സപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റുന്നതിന്, ഒറ്റ ബീമിൽ തന്നെ മൾട്ടിപ്പിൾ സപ്പോർട്ട് കൊടുക്കുന്നതിനാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഫിക്സഡ് ആയിരിക്കും, രണ്ട് സൈഡും ഫിക്സഡ് ചെയ്ത് വെക്കുന്നതിനെ ഫിക്സഡ് ബീം എന്ന് പറയും. ഇനി ഇതിന് തന്നെ ഒന്നും കൂടി സിംപ്ലി സപ്പോർട്ട് ബീമിൽ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് സപ്പോർട്ട് ആയിട്ട് ബോത്ത് എൻഡ്, രണ്ട് എൻഡിലും സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നായിട്ടും റോളായിട്ടും സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നായിട്ടും കൊടുക്കുക, റോളായിട്ടും വരാം. അതുപോലെ ക്യാൻ ഫ്രീലി റൊട്ടേറ്റ് ബട്ട് കനോട്ട് മൂവ് ഹൊറിസോണ്ടലി. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിന് എക്സാമ്പിൾ ബ്രിഡ്ജും റൂഫിന്റെ ബീം ഒക്കെ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയാം.
ഇതിൽ പിൻഡ് ബീമുണ്ട്, റോൾ 1 റോളറും ഉണ്ട്. റോളർ എന്ന് പറയുമ്പോൾ ഒരു സൈഡ്, പിൻഡ് ബീം എന്ന് പറയുമ്പോൾ സാധാരണ കേസിൽ 2 സൈഡും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മറ്റേത് ഒരെണ്ണത്തിന്റെ ഉള്ളിൽ ഇവിടെ 2 സൈഡില് ഉള്ളിൽ റോളർ വെച്ചിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വരുന്നത് റോളർ വെച്ചിട്ടുള്ള 2 സൈഡും ഇതുപോലെ ആയിരിക്കും. ഇതാണ് ഇതില് പിൻഡും റോളർ എന്ന് പറയുന്നത്. അപ്പൊ സിംപിളി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാല് ബോത്ത് ആൻഡ് സപ്പോർട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫ്രീലി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഹൊറിസോണ്ടലിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ബ്രിഡ്ജും റൂഫ് ബീംസും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. ഇനി അടുത്തത് കാൻഡിലിവർ. കാൻഡിലിവർ ബീമിന്റെ ഫിക്സഡ് ആണെന്ന് പറഞ്ഞു, ഒരെൻഡ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞു, ഒരെൻഡ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ വിത്ത് സ്റ്റാൻഡ് ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബാൽക്കണിയുടെ സ്ലാബ്, ഡൈവിങ്ങിന്റെ ബോർഡ് ഒക്കെ നമുക്കിങ്ങനെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി കണ്ടിന്യൂസ് ബീം എന്ന് പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യും ബൈ മോർ ദാൻ 2 സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒന്നിപ്പോൾ 2 സപ്പോർട്ടാണ് സാധാരണ പറഞ്ഞില്ലെങ്കിൽ അതിൽ കൂടുതൽ സപ്പോർട്ട് വരുന്നതിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ഇത് റെഡ്യൂസ് ദ ബെൻഡിങ് മൂവ്മെന്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടും അതുപോലെ ലോഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഇത് എക്സാമ്പിൾ മൾട്ടി സ്പാൻ ബ്രിഡ്ജ് ആണ് എക്സാമ്പിൾ. ഇത് മൂന്നും ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ ഫിക്സഡ് അറ്റ് ബോത്ത് ആൻഡ്, 2 സൈഡിലും ഫിക്സഡ് ആയിരിക്കും. ഇത് പ്രിവെന്റിങ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. റൊട്ടേഷനെയും ട്രാൻസ്ലേഷനെയും പ്രിവെന്റ് ചെയ്യും. അതുപോലെ മോർ റിജിഡും അതുപോലെ ലെസ് ഫ്ലെക്സിബിൾ ആയിരിക്കും ഫിക്സഡ് ബീം ആകുമ്പോൾ. ക്ലാമ്പ് ബീം, ഈ ബിൽഡിങ്ങിന്റെ ക്ലാമ്പ് ബീം എന്ന് പറയുന്നത് ഫിക്സഡ് ബീമിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം പറഞ്ഞാല് ഫിഗർ ഇങ്ങനെ വരാ, ഒരു ബീം വരച്ചു, ബീമിന്റെ ഇവിടെ ആയിരിക്കും സപ്പോർട്ട് വരാ, അതുപോലെ ഈ സൈഡിലായിട്ട് സപ്പോർട്ട് വരാം. അപ്പൊ 2 സൈഡിലേക്കും ബീം തള്ളി നിൽക്കുന്നുണ്ട്. അങ്ങനെ തള്ളി നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. അപ്പൊ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും 2 സൈഡിലേക്കും തള്ളി നിൽക്കുന്ന ഇതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ സപ്പോർട്ട് ഓൺ 1 ഓർ ബോത്ത് സൈഡ്. ഒന്നുകിൽ ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. ദ കോമ്പിനേഷൻ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കാൻഡിലിവർ ബീം. ഇത് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയും കാൻഡിലിവർ ബീമിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് ഓവർ ഹാങ്ങിങ് ബീമിനെ കൺസിഡർ ചെയ്യാം. അതിന് എക്സാമ്പിൾ റൂഫ് എക്സ്റ്റൻഷൻ ഓവർ ഹാങ്ങിങ് ബീമിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇത് ക്ലിയർ ആണോ? അത് രണ്ടും അടുത്തേക്ക് പോവാം. ഒരു ഉറക്കെ പറഞ്ഞോളൂ, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ കേൾക്കുന്നുണ്ട്. നേരത്തെ പറയുമ്പോ സൗണ്ട് അറിയുന്നില്ല, വീണ്ടും വീണ്ടും ചോദിക്കാം. ഇത് 2 ബീമും ടൈപ്പ് ഓഫ് ബീമും ക്ലിയർ ആണോ? അതെ. ഇനി ടൈപ്പ് ഓഫ് ലോഡിംഗ് ഓൺ ബീം. ബീമിൽ വരുന്ന ലോഡിന്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒന്ന് പോയിന്റ് ലോഡും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ലോഡ്, യൂണിഫോംലി വാരിയിങ് ലോഡ്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ലോഡിംഗ് ഓൺ ബീംസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഒന്ന് പോയിന്റ് എങ്ങനെ വരാന്ന് പറയാം. ഇപ്പൊ ടൈപ്പ് ഓഫ് ലോഡ്സിൽ ബീം ഈസ് നോർമലി ഹൊറിസോണ്ടൽ ആൻഡ് ലോഡ് ആക്ടിങ് ഓൺ ദ ബീം ആർ ജനറലി വെർട്ടിക്കൽ. അതായത് ഒരു ബീം നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ ബീം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഫിഗർ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ആ ബീം ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്, ഈ ലോഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലൈൻ പറഞ്ഞിരിക്കുന്നത്. ബീം ഈസ് നോർമലി ഹൊറിസോണ്ടൽ ആൻഡ് ലോഡ് ആക്ടിങ് ഓൺ ദ ബീം ആർ ജനറലി വെർട്ടിക്കൽ. അത് നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ലോഡ് ആണ് പറയുന്നത്. പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു ബീമിലേക്ക്, ഇതാണ് ഫിഗർ, ഒരു ബീം വരച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു വെയിറ്റ് ലോഡ് വന്നേക്കാണ്. അപ്പൊ ഈ ലോഡ് എന്ന് പറയുന്നത് ഈ ഒറ്റ പോയിന്റിലേക്കാണ് ഈ ലോഡ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ നമുക്ക് പോയിന്റ് ലോഡ് എന്ന് പറയാം. അപ്പൊ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഈസ് വൺ വിച്ച് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ആക്ട് അറ്റ് എ പോയിന്റ്. അപ്പൊ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഈ ഒരു പോയിന്റിലേക്ക് മാത്രം അഫക്ട് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമുക്ക് എന്താ പറയാം, പോയിന്റ് ലോഡ് എന്ന് പറയാം. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടി ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പോയിന്റിലേക്കാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഒറ്റ ഒരു പോയിന്റിലേക്ക് മാത്രമാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരു ബീമുമ്പോ നമുക്കൊരു മെന്നാണ് ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ 2 കാലും ഇവിടെ പോയിന്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെ?
അപ്പൊ നമുക്ക് ഇത് ഒറ്റ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇതൊരു പോയിന്റ് ആയിട്ടും ഇതൊരു പോയിന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. പക്ഷെ ഇവരിവിടെ പറയുന്നത് അങ്ങനെയല്ല. ഈ ഒരു സ്മോൾ ഏരിയ അതിനെയാണ് ഒറ്റ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഒറ്റ പോയിന്റിലേക്ക് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് WN വെച്ച്. W എന്ന് പറയുന്നത് വെയിറ്റും N അതിന്റെ ന്യൂട്ടൺ. അപ്പൊ WN വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഒരു പോയിന്റ് ലോഡിനെ ബീമിലേക്ക് വരുന്ന ലോഡിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ പോയിന്റ് ലോഡ്. അപ്പൊ ഒറ്റ പോയിന്റിലേക്ക് പോയിന്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. ഇതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ WN. ക്ലിയർ ആണത്? അടുത്തേക്ക് പോകാലോ. ഇനി യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇപ്പൊ നോക്കിയ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു ഇതൊരു ബീമാണ്. ഈ ബീമിലേക്ക് വെയിറ്റ് വരുന്നത് നോക്കിയാൽ യൂണിഫോമിലായിട്ട് അത് ഓരേ ഇത് വെച്ചിട്ടുകൊണ്ടാണ് അത് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ വരുന്ന വെയിറ്റ് W. താഴെ നമുക്ക് എന്തെന്ന് പറയുന്നുണ്ട്, ഇതിന്റെ ലെങ്ത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് L എന്ന് പറയുന്നത്. അപ്പൊ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഈസ് എ വൺ വിച്ച് ഇറ്റ് ഈസ് സ്പ്രെഡ് ഓവർ എ ബീം. ആ ഒറ്റ ബീമിലേക്ക് യൂണിഫോമിലി എല്ലായിടത്തേക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാം, യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ലെങ്ത് എല്ലായിട്ടും അതിന്റെ ലെങ്ത് L വരെ എന്തായിട്ടുണ്ടാവും, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ W എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ലോഡിങ് W is uniformly along the length. W-ന്റെ റേറ്റ് എവിടെ വരെയാണോ അത് ലെങ്ത്തിന്റെ അവിടെ വരെ അതിങ്ങനെ യൂണിഫോമിലി പോയിട്ടുണ്ടാവും. ആ ഒരു മാനറിൽ പോയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് W ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. യൂണിറ്റ് W ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇതിന്റെ യൂണിറ്റ്. ഇതിന്റെ ലെങ്ത് ഇതിന് നമുക്ക് പോയിന്റ് ഓഫ് ലോഡ് ആണെങ്കിൽ അത് W-ന്റെ L ആണ്. പോയിന്റ് ലോഡ് കാണണമെന്നുണ്ടെങ്കിൽ അത് W-ന്റെ L വരും. അത് ഏത് സെൻട്രലായിരിക്കും ഇത് ആക്ട് ചെയ്യാം. ലോഡ് ഇത് ഏത് ഫിഗറിന്റെ ആണെങ്കിലും ഇപ്പൊ പോയിന്റ് ലോഡിന്റെ ഫിഗർ ആണെങ്കിൽ അത് സെന്ററിലേക്ക് ആയിരിക്കും അത് ആക്ട് ചെയ്യുക. 90 ഡിഗ്രി സെന്ററിലേക്ക് ആയിരിക്കും ഇത് ആക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അത് സ്പ്രെഡ് ചെയ്ത് ഒരു ബീമിന്റെ ലെങ്ത് എത്ര വരെ ഉണ്ടോ ആ ലെങ്ത്തിലേക്ക് മൊത്തം അതിന്റെ ലോഡ് സ്പ്രെഡ് ചെയ്ത് വരാം. അതിനെയാണ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് W ന്യൂട്ടൺ പെർ മീറ്റർ ആകും. പോയിന്റ് ലോഡിന്റെ ആണെന്നുണ്ടെങ്കിൽ W-ന്റെ L ആണ്. അത് കോണ്ടാക്ട് ചെയ്യുന്നത് സെൻട്രലിലേക്ക് ആക്കി. ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്തത് യൂണിഫോമിലി വാരിയിങ് ലോഡ്. A uniformly varying load is which is specialized over a beam in such as a manner that is related to loading vary from point to point along the beam which the load is zero at the one end and increase uniformly to the other end. Such load is known as ഈ ലോഡിനെ നമുക്ക് ഈ യൂണിഫോമിലി വാരിയിങ് ലോഡിനെ നമുക്ക് ട്രയാങ്കിൾ ലോഡ് എന്നും പറയാം. കാരണം ഇതിന്റെ ഫിഗർ നോക്കിയേ, ഇങ്ങനെ വരാം. ഒരു എൻഡിൽ നിന്നും ഒരു എൻഡിലേക്ക് വരും തോറും അതിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതായിരുന്നു നമ്മുടെ ബീം. ഈ ബീമിന്റെ ലെങ്ത് L തന്നിട്ടുണ്ട്. ഇതിലേക്ക് അഫക്ട് ചെയ്യുന്ന ലോഡാണ് W. അപ്പൊ ഇതിൽ വരുമ്പോൾ നോക്കിയത് ഇത് വാരി ചെയ്യുന്ന ഒരു മോഡലാണ്. വാരി ചെയ്യുന്ന മോഡൽ എന്ന് പറയുമ്പോൾ ഒരു എൻഡിൽ 0 ആയിരിക്കും. ഇത് 0 ആയിരിക്കും. ഈ എൻഡ് 0 തുടങ്ങിയിട്ട് വാരി ചെയ്ത് ഇവിടെ വരെ വരും. അപ്പൊ ഇവിടെ നമുക്ക് ഈ അറ്റത്തേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് യൂണിഫോമിലി വാരിയിങ് ലോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡിനോട്ട് ചെയ്യാനായിട്ട് യൂണിഫോമിലി വാരിയിങ് ലോഡിനെ ഡിനോട്ട് ചെയ്യുന്നത് UDL വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. UDL വെച്ചിട്ടായിരിക്കും ഇത് ഡിനോട്ട് ചെയ്യുക. പിന്നെ ഇത് നോക്കിയത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ്. അതുകൊണ്ട് അതിനെ ട്രയാങ്കിൾ ലോഡ് എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ ലോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ലോഡ് എന്ന് പറയാം. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ്. ഇവിടുത്തെ B എന്ന് പറയുന്നത് ബെഡ്ത്തും H എന്ന് പറഞ്ഞതിന്റെ ഹൈറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഹൈറ്റ് W ബെഡ്ത്ത് L. അപ്പൊ ഇതിന്റെ പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് ഹാഫ് W × L ആയിരിക്കും. ഇതിന് ആക്ട് ചെയ്യുന്നത് ശരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. ഇവിടെ ക്ലിയർ ആണോ? അപ്പൊ യൂണിഫോമിലി വാരി ചെയ്യാണ് ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ. പോയിന്റ് ഇത് വാരി ചെയ്ത് വരികയാണ്. അപ്പൊ ഒരു ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണെങ്കിൽ അത് വാരി ചെയ്ത് ഇൻക്രീസ് ചെയ്ത് അതർ എൻഡിലെത്തുമ്പോഴേക്കും ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതിനെ അപ്പൊ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒക്കെ കിട്ടും. അതുകൊണ്ട് ആ ലോഡിനെ ട്രയാങ്കിൾ ലോഡ് എന്ന് പറയും. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് BH ആണ്. ഇവിടെ അതുപോലെ തന്നെ ഈ ഫിഗറിന്റെ ഏരിയ കാണാം. ഈ ഫിഗർ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് ആണ്. അപ്പൊ ഇതിന്റെ
ഈ ബെഡ്ത്ത് പറഞ്ഞത് ലെങ്ത് ഇതിന്റെ എല്ലും ബെഡ്ത്ത് ഡബ്ല്യു ആണ്. കൂടെ ബെഡ്ത്തിന്റെ സ്ഥാനത്ത് ഡബ്ല്യു കൊടുക്കുക, ഹൈറ്റിന്റെ സ്ഥാനത്ത് എൽ കൊടുക്കുക. ഇക്വേഷൻ ഹാഫ് ഡബ്ല്യു എല്ലാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലായിരിക്കും ഇത് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. സെന്റർ ഓഫ് ഗ്രാവിറ്റി വെയിറ്റ് സെന്ററിലേക്കാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ സൈഡ് നിന്ന് ഏറ്റം വരെ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏറ്റം വരെ എന്ന് പറയുന്നത് L/3യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളത് 2L/3 ആയിരിക്കും. അത് സെന്റർ ഓഫ് ഗ്രാവിറ്റി വെച്ചിട്ട് എഴുതുന്നതാണ്. ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് വരുന്നത് L/3യും ഇവിടേക്ക് വരുന്നത് 2L/3 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതെ. ബീം എന്താണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീം പറഞ്ഞു, അതിലേക്ക് വരുന്ന ലോഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു. ഇനി ഷിയർ ഫോഴ്സ്. ക്ലിയർ ആയില്ലെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ ഞാനൊരു ഫിഗർ വന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഇപ്പൊ ഇതൊരു ബീമാണ്. ഈ ബീമിന് ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് ഇവിടെയുണ്ട്, ഒരു സപ്പോർട്ട് ഇവിടെയുണ്ട്. അപ്പൊ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് ഇത്. വെയിറ്റ് അത് 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ ഇതിന് സെന്ററിലേക്ക് ആയിരിക്കും എപ്പോഴും വെയിറ്റ് വരുന്നത്, സെന്ററിലേക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് വരുന്ന ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അപ്പൊ 10ന്റെ ഈക്വൽ ഇവിടെ 5 കിട്ടും, ഇവിടെയും 5 കിട്ടും ഒരു ബീമിന്റെ. അപ്പൊ ഇതിന്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഈ സെന്ററിലാണ് ഈ വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഈ സൈഡിൽ 2 മീറ്റർ വരും, ഈ സൈഡിലും 2 മീറ്റർ വരും. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ നമ്മൾ തിരിക്കാം. ഇതൊരു സെക്ഷൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ഇങ്ങനെ ഒരു സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് സെക്ഷന്റെ ലെഫ്റ്റിലേക്ക് ഉണ്ടായിരിക്കും, റൈറ്റിലേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളോട് പറയുന്നത് ഓൾജിബ്രൈക് സം ഓഫ് vertically force at any section of the beam to the right or left of the section is known as ഷിയർ ഫോഴ്സ്. ഇവിടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ലെഫ്റ്റിൽ, ഇതാണ് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്. ബീമിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെർട്ടിക്കലാണ് കിടക്കുന്നത്. ഈ വെർട്ടിക്കൽ ഈ സെക്ഷന്റെ ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്കുള്ളത്, അതിന്റെ ഓൾജിബ്രൈക് സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഷിയർ ഫോഴ്സ് ക്ലിയർ ആണോ? അതായത് ഒരു ബീം എടുത്തൊരു ബീം തന്നു. ഫിഗറിൽ നമുക്കൊരു ബീം തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡിൽ അതിന് സപ്പോർട്ട് ഉണ്ട്. മൊത്തം അതിലേക്ക് വരുന്ന ലോഡ് എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ അതിന് സെന്ററിലേക്കാണ് അത് ആക്ട് ചെയ്യുക. സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നത് രണ്ട് സൈഡും 5 ആയിരിക്കും. ഒരു മൊത്തം അതിന്റെ ലെങ്ത് 4 ആണ്. സെന്ററിലേക്ക് വരുന്നതുകൊണ്ട് ഒരു സൈഡ് 2 അടുത്ത സൈഡും 2 ആയിരിക്കും. അപ്പൊ ഈ നമുക്ക് വരുന്ന വെയിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്തെ സൈഡിൽ ഞാനൊരു സെക്ഷൻ വരച്ചു, ഒരു പോയിന്റ് ഇട്ടിട്ട് ഒരു സെക്ഷൻ വരച്ചു. ആ ഒരു സെക്ഷനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഉള്ളതും അതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഉള്ളത് വെർട്ടിക്കലായിട്ട് വരുന്ന ആ ഡാറ്റയുടെ സമ്മിനെയാണ് പറയുന്നത്. ഓൾജിബ്രൈക് സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എടുക്കാൻ നോക്കാം. ഷിയർ ഫോഴ്സ് എങ്ങനെ എടുക്കാന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ സെക്ഷൻ. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ ആക്ട് ചെയ്യുന്നു നോക്കിയേ. ലെഫ്റ്റ് സൈഡിൽ ആകെ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരെണ്ണേ ഉള്ളൂ, 5 kN മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 5 kN ആയതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം, ആ ലെഫ്റ്റ് സൈഡിലുള്ള സം എന്ന് പറയണം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ 5 k ന്യൂട്ടൺ എന്ന് പറയാം. ഇത് നമുക്ക് മുകളിലേക്കാണ്, ഇതിന്റെ ആരോ വന്നിരിക്കുന്നത് മുകളിലേക്കാണ്. മുകളിലേക്ക് ആയതുകൊണ്ട് അതിലൂടെ പോസിറ്റീവ് സിമ്പിൾ ഇപ്പൊ കൊടുക്കുകയാണ്. സൈൻ കൺവെൻഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് ഷിയർ ഫോഴ്സിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കേസ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കൺസിഡർ ചെയ്തു. ലെഫ്റ്റ് സൈഡ് നമ്മുടെ സെക്ഷൻ എടുത്തു. ആ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ആകെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇവിടെ മുകളിലേക്കായിരുന്നു. ഇതിന്റെ ആരോ മുകളിലേക്കാണ് കിടക്കുന്നത് കൊണ്ട് പോസിറ്റീവ് സിമ്പിൾ എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, പ്ലസ് 5 കിലോ ന്യൂട്ടൺ കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. അതായത് ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് ഇവിടെ ഒരു വെയിറ്റ് കിടക്കുന്നുണ്ട്. ഡബ്ല്യു എന്നുള്ള വെയിറ്റ് 10 കിലോ ന്യൂട്ടൺ കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരെണ്ണം 5 കിലോ ന്യൂട്ടൺ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലാണ് നമുക്ക് കൺസിഡർ ചെയ്യാമോ? അപ്പൊ റൈറ്റ് സൈഡിൽ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഒരു 10 ഉണ്ട്. ഇതിങ്ങനെ വരാം. 10 എന്ന് പറയുന്നത് താഴേക്കാണ് വരുന്നത്. പക്ഷെ ഇവിടെ സിമ്പിൾ എടുക്കുന്നത്, റൈറ്റ് സൈഡിന്റെ സിമ്പിൾ എടുക്കുന്നത് പ്ലസ് ആയിട്ട് തന്നെ എടുക്കുക. അത് 10 വരും. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഇത് 5 വരും. ഈ 5 നെഗറ്റീവ്, അത് ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് -5 വരും. അപ്പൊ 10ൽ നിന്ന് കുറയ്ക്കുമ്പോൾ അത് 5 കിലോ ന്യൂട്ടൺ കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് സൈഡ് വരാം. അപ്പൊ സൈൻ കൺവേർഷൻ ഒന്നും കൂടെ പറയോ?
സൈൻ കൺവെൻഷൻ ഞാൻ ശരിക്കും അടുത്ത പേജിലിട്ട് പറഞ്ഞു തരാം. ഇതിലിപ്പോ ഇങ്ങനെ മനസ്സിലാക്കാം. എങ്ങനെയാ വരുന്നത് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അത് വരച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ തന്നെ നോക്കാം. ഇപ്പൊ ഞാൻ എടുത്തേക്കണതിൽ ഇതിന് പോസിറ്റീവ്, അത് അപ്ലൈ ചെയ്തിരുന്ന വെയിറ്റിനെ പോസിറ്റീവായിട്ട് എടുത്തു. ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഈ വെയിറ്റ് നെഗറ്റീവായിട്ട് എടുത്തു. അപ്പൊ ഈ 10ൽ നിന്നും 5 കുറച്ചപ്പോ നമുക്ക് 5 കിലോ ന്യൂട്ടൺ കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ ഈ പറഞ്ഞ ഫിഗർ ക്ലിയർ ആണോ? കൺവെൻഷൻ എന്ന് പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീം ഇവിടെ സപ്പോർട്ട് ചെയ്തു, ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സെന്ററിലേക്ക് ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ നമ്മ സെക്ഷനായിട്ട് എടുത്തു. ഇത് 5K ന്യൂട്ടൺ ആണ്, ഇത് 5K ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞ പോലെ 10K ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. ഇത് നമ്മളോട് പറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ ഇത് എങ്ങനെ ഫിഗർ വരാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ സെക്ഷന്റെ ഇത് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് ആണ്, ഇത് റൈറ്റ് സൈഡ് ആണ്. ഈ സൈൻ കൺവെൻഷൻ എങ്ങനെ വരാന്ന് വെച്ചാല്, ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡില് മുകളിൽ അപ്വേർഡും റൈറ്റ് സൈഡില് താഴോട്ടും ആയിരിക്കണം. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പുറത്തോട്ടും റൈറ്റ് സൈഡ് ഇപ്പുറത്തും. അപ്പൊ ഈ സൈഡിൽ വരുന്നത് മുകളിലേക്കുള്ളതും ഇപ്പുറത്തോട്ട് വരുന്നത് താഴേക്കാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് കൺവെൻഷൻ എന്ന് പറയാം. ഇത് ക്ലിയർ ആണോ? ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. അപ്പൊ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് താഴോട്ടും സെക്ഷനാണ്. ലെഫ്റ്റ് സൈഡ് താഴോട്ടും റൈറ്റ് സൈഡ് മുകളിലോട്ടും വരാം. അങ്ങനെ വരികയാണെങ്കിൽ ഇത് നെഗറ്റീവ് സൈൻ ആയിരിക്കും. അതായത് ഈ ഫിഗറിന്റെ റൈറ്റ് സൈഡ്, ഈ സൈഡ് ഇപ്പുറത്തെ സൈഡ്, ഇപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൺസിഡർ ചെയ്തു. ഇപ്പുറത്തെ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു, മുകളിലോട്ടും താഴോട്ടും വരുന്ന കേസ് നമുക്ക് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി അപ്പൊ ഈ സെക്ഷൻ, ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ കഴിഞ്ഞു. ഈ റൈറ്റ് സൈഡിന്റെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ വെയിറ്റ് താഴേക്കാണ്. ഇതാണ് വെയിറ്റിൽ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് വരുന്നത് ഇത് മുകളിലേക്കാണ്. ഈ സപ്പോർട്ട് വരുന്നത് മുകളിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ സൈഡ് എന്തായിട്ട് വരും, നെഗറ്റീവ് ആവും. ഇപ്പൊ ഇതിന്റെ റൈറ്റ് കിട്ടിയോ? ക്ലിയർ ആണോ? അത് ഒന്നും കൂടി പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ബീം വരച്ചു, ഇതിലൊരു സെക്ഷൻ കൊടുത്തു. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ, ലെഫ്റ്റ് സൈഡില് മുകളിലേക്ക് വരുന്ന ഫിഗറും അതുപോലെ ആ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വാല്യൂസ് വല്ലതുണ്ട്, ഇതിനുള്ളിൽ വല്ല വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം, പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അത് അപ്വേർഡ് വരുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ സെക്ഷൻ അപ്പൊ ഈ സൈഡ് കഴിഞ്ഞു നമുക്ക്. അപ്പൊ ഇത് പോസിറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ വരച്ചതിന്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് മാത്രമേ പോസിറ്റീവ് വരുള്ളൂ. ഇനി ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡില് താഴേക്ക് ഒരെണ്ണവും അതുപോലെ തന്നെ സെക്ഷന് ഒരു സൈഡ് മുകളിലേക്ക് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇത് താഴേക്കും വന്നു, ഇത് മുകളിലേക്കും വന്നു. അങ്ങനെ വരും. ഇങ്ങനെ വരുന്ന ഈ കേസിനെ നെഗറ്റീവ് എന്ന് പറയും. നെഗറ്റീവ് സൈൻ ആയിട്ട് കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പൊ സൈൻ റൈറ്റ് സൈഡില് വരുന്നത് നമ്മൾ നെഗറ്റീവ് എടുക്കുമ്പോ -10 -5 എന്ന് തന്നെയാണോ വരിക? -10ഉം -5ഉം ആണോ വരിക ഈ സെക്ഷൻ? -5 വരും, -10 വരില്ല. 10 എപ്പോഴും പോസിറ്റീവ് അല്ലേ? 10 ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരുന്നത്. പോസിറ്റീവ് 10 പോസിറ്റീവിനല്ലേ വരുന്നത്. 10 കൺസിഡർ ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടാണ്. ഇതിന് മാത്രം നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലല്ല. 10 നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് 10 പോസിറ്റീവ് ആയിട്ടും 5 നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഫിഗർ നോക്കിയാൽ മതി. നോക്കിയേ, ഇപ്പൊ ഇങ്ങനെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഓരോ കോർഡിനന്റ്, ഇത് ഫസ്റ്റ് കോർഡിനന്റ്, സെക്കൻഡ് കോർഡിനന്റ്, തേർഡ് കോർഡിനന്റ്, ഇത് ഫോർത്ത് കോർഡിനന്റ് ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇതും നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. ആ ഒരു ഓർഡറിലാണ്. അപ്പൊ നമുക്ക് മുകളിലേക്ക് വരുന്ന ഈ ആരോ കൊടുക്കുമ്പോൾ ആരോ ശ്രദ്ധിച്ചാൽ മതി. ആരോ മുകളിലേക്കാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, ആരോ താഴേക്കാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ആരോ റൈറ്റിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും, ആരോ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇത് പെട്ടെന്ന് പിടികിട്ടുന്നു.
ഈ ഒരു ഫിഗർ വെച്ചിട്ട്. അപ്പൊ ആ ഫിഗർ ഇതിനനുസരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവും താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നെഗറ്റീവും റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഫിഗർ വരുന്നുണ്ട്, സൈൻ കൺവെർഷൻ വരുന്നുണ്ട്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ബീം, അതിൽ സെൻട്രലാണ് ആഡ് ചെയ്യുന്നത്. ഇതായിരിക്കും നമ്മുടെ സെക്ഷൻ. അപ്പൊ ഈ സെക്ഷന് ഇവിടെ നിന്ന് മുകളിലേക്കും അതുപോലെ ഇവിടെ നിന്ന് മുകളിലേക്കും, അതായത് ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഒരു ബീമിന്റെ താഴേക്കും ഇതും താഴേക്കായിരിക്കും ആക്റ്റീവ്. ഇങ്ങനെ വരുന്ന സമയത്ത് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിനെ ഫോഗിങ് എന്ന് പറയും, ഇതിന് സാഗിങ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു സെക്ഷൻ വരച്ചു, സെക്ഷൻ രണ്ടും മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഒരു സെക്ഷൻ വരച്ച് രണ്ടും താഴേക്കാണ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ കൺവെർഷൻ. ക്ലിയർ ആണോ? അതെ. അപ്പൊ ഈ ബെൻഡിങ് മൊമെന്റ് എന്താന്ന് പറയാം. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾജിബ്രൈക് സം ഓഫ് ദ മൊമെന്റ് ഓഫ് all the force acting to the right or left of a section is known as bending moment. ബെൻഡിങ് മൊമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് BM വെച്ചിട്ടായിരിക്കും, ഷിയർ ഫോഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് SF വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ളതിന്റെ ഓൾജിബ്രൈക് സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ എടുക്കണം നോക്കാം. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഈ ഫിഗറിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ കൊടുത്ത സെയിം ഫിഗർ തന്നെ എടുക്കുക. അതേപോലെ മൊമെന്റം ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഈ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇതൊരു കാന്റിലിവർ ആണ്, ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ സൈഡ് ഫിക്സഡ് ആണ്, ഈ ഫിഗറിൽ കൊടുത്തേക്കണ പോലെ ഈ സൈഡ് ഫിക്സഡ് ആണ്. ഇവിടെയാണ് നമുക്ക് ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഈ ഫോഴ്സ്, അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഫോഴ്സ് Q എന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് ടു ഡിസ്റ്റൻസ് 4 മൾട്ടിപ്ലൈ നമുക്ക് 8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫിഗറിൽ വരുമ്പോൾ നോക്കിയേ, ഈ ഫിഗറിൽ ഇവിടെ ഇതാണ് നമ്മുടെ സെക്ഷൻ. ഇതായിരുന്നു നമ്മുടെ സെക്ഷൻ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലെങ്ത്, ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താണ്, ഇവിടെ 2 ആണ്. 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ആയിരുന്നു 2, സെൻട്രലായിരുന്നു 2. ഈ 2വിന് വീണ്ടും സെൻട്രൽ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 ആയിരിക്കും, ഇത് 1 ആയിരിക്കും. അപ്പൊ ഇതിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 5, ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈ 5ഉം ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈ 1ഉം. അപ്പൊ 5 × 1 ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ക്ലിയർ ആണോ അത്? അതെ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കി, റൈറ്റ് സൈഡിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തം 3 ഉണ്ടായിരിക്കും ഡിസ്റ്റൻസ്. അതുപോലെ ഫോഴ്സ് 5, 3 × 5 ആയിരിക്കും ഇതിന്റെ റൈറ്റ് സൈഡിന്റെ മൊമെന്റം ഓഫ് ഫോഴ്സ്. ക്ലിയർ ആണോ? 50. അപ്പൊ ഒന്ന് റൈറ്റ് സൈഡ്, അത് രണ്ട്, സോറി ഇവിടെ ഒരു ശരി പറ്റി. ഇവിടെ നമുക്ക് ഇത് 2 കേസ് എടുക്കണം. ഇവിടെ 10ന്റെ കേസ് എടുക്കണം. 2 ലോഡ് വരുന്നില്ല ഇവിടെ. ഈ ലോഡ് കിട്ടും നമുക്ക്. ഇവിടെ ലോഡ് ഉണ്ട്, ഇവിടെ ലോഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ സെക്ഷന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1ഉം ഈ ലോഡ് 10ഉം. ഇപ്പൊ ഈ 10 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്, താഴേക്കാണ്. താഴേക്ക് വരുമ്പോൾ അതിന്റെ സൈൻ -10 വരും ഇൻറ്റു ഇവിടെ തുടങ്ങിയുള്ള ഡിസ്റ്റൻസ് 1. അപ്പൊ 10 × 1 പ്ലസ് അടുത്തത് ഇവിടെ നിന്ന്
ഫോഴ്സ് ഇവിടെ വെയിറ്റ് വരുന്നത് 5, ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇത് മൊത്തം എടുക്കണം. 2+1 3 വരും ഇവിടെ. 2+1 3 വരും. അപ്പൊ നമുക്ക് -10 + 15 ആയിരിക്കും വരിക. നമുക്ക് 5 kN കിട്ടും. ക്ലിയർ ആണത്? അതൊന്നും കൂടെ പറയൂ. അത് ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഓക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു വെയിറ്റ് വരുന്നുണ്ട് 10. ഈ 10 എന്നുള്ള വെയിറ്റ് ആദ്യം ഞാൻ കൺസിഡർ പറയാൻ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഈ 10ഉം ഈ 1ഉം കൂടി ആദ്യം എടുക്കാം. അപ്പൊ ഇവിടെ ഫോഴ്സ് എന്ത് വരും? ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഫോഴ്സ് 10 വന്നു, ഇവിടുത്തെ ഡിസ്റ്റൻസ് 1 വന്നു. ഈ 10 എന്ന് പറയുന്നത് താഴേക്ക് ആയതുകൊണ്ട് സൈൻ നെഗറ്റീവ് വരും. അപ്പൊ ഇതിന് നെഗറ്റീവ് സിമ്പിൾ എടുക്കാം. പ്ലസ് അടുത്തത് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 1 + 2. 1 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടും ഡിസ്റ്റൻസ്. പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വെയിറ്റ് 5 ആണ്. ആരോ മുകളിലേക്ക്, അതുകൊണ്ട് അപ്വേർഡ് ആരാവുന്നത് പോസിറ്റീവ് വരും. അപ്പൊ ഈ 1 + 2 എന്ന് പറയുമ്പോൾ 3 വരും. 3 × +5 ആണ് വരിക, +5 വരും. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ -10 + 15 വരും, = 5 kN കിട്ടും. അപ്പൊ ക്ലിയർ ആയോ? ആയി. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. 5 കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ബീം എന്താണെന്ന് പറഞ്ഞു, ബീമിന്റെ ടൈപ്സ് പറഞ്ഞു, അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡുകളുടെ ടൈപ്സ് പറഞ്ഞു, ഷിയർ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും ഡയഗ്രാം എങ്ങനെ വരാമെന്ന് പറയാം. ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം മീൻസ് വൺ വിച്ച് ഷോ ദ വേരിയേഷൻ ഓഫ് ദ ഷിയർ ഫോഴ്സ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. അത് എവിടെ തുടങ്ങി എവിടെ വരെ വാരി ചെയ്യുന്നുണ്ട്, അതായിരിക്കും അതിന്റെ വാരിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഷിയർ ഫോഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണെന്ന്. അപ്പൊ അത് എവിടെ വരെ വാരി ചെയ്യുന്നുണ്ടോ അത് വരെ ഉള്ളതാണ്. ആ ലെങ്ത്തിന്റെ എവിടെ വരെ വാരി ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആയിട്ട് വരാം. അപ്പൊ നമ്മൾ ഒരു ഫിഗർ വരച്ചതായിരുന്നു. ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം SFD വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇത് വരുമ്പോ നോക്കിയേ, ഒരു പോയിന്റ് തരം നമ്മുടെ ബീമിന് പകുതി വെച്ചിട്ടാണ് വാരി ചെയ്തു. ഇവിടെ നിന്ന് ഇവിടെ ലെഫ്റ്റിലോട്ടും വാരി ചെയ്തു, റൈറ്റിലോട്ടും വാരി ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും വാരി ചെയ്തു, റൈറ്റിലോട്ടും വാരി ചെയ്തു. അപ്പൊ ലെങ്ത്തിന്റെ എവിടെ വരെ വാരി ചെയ്യുന്നു അതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുമ്പോൾ ഇതേപോലെ വരും. ഡിനോട്ട് ചെയ്യുന്നത് SFD. ക്ലിയർ ആണത്? അതെ. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ അതും പറയുന്നത് വേരിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ബീം. ഒരു ബീമിന്റെ എവിടെ വരെയാണോ ആ ലെങ്ത്തിന്റെ എവിടെ വരെയാണോ ബെൻഡിങ് മൊമെന്റ് വാരി ചെയ്യുന്നത് അതിനെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് പറയും. അപ്പൊ ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ബെൻഡിങ് മൊമെന്റ് വരാതെ. അപ്പൊ നമ്മൾ ക്ലിയർ ആവും. ഇപ്പൊ ഈ ഫിഗർ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാണ് അതിന്റെ ഏതൊക്കെ തരത്തിലാണ് ഡയഗ്രാം വരുന്നതോ മനസ്സിലാക്കാം. ആ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം ഇതുപോലെയാണ് വരും. ക്ലിയർ ആണോ? അതെ. ഇനി റിലേഷൻഷിപ്പ്, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഒരു ലോഡിന്റെയും ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ 2 ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതെങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നോക്കി ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒരു യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ബീമിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് L എന്ന് പറഞ്ഞു. ഇതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് W Nm/m ആണ് തന്നിട്ടുണ്ട്. എയും ബിയും 2 സപ്പോർട്ടുകൾ തന്നിട്ടുണ്ട്, റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ യൂണിഫോമിൽ കൊടുക്കുമ്പോൾ അതിലൊരു ചെറിയൊരു ഭാഗം മാത്രം കൺസിഡർ ചെയ്യാം. ചെറിയൊരു ഭാഗം കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ DS ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇതിപ്പോ നമുക്ക് ഫിഗർ കാണാൻ വേണ്ടി വലുതാക്കി വരച്ചെന്നുണ്ടെങ്കിലും ഇതിലൊരു ചെറിയൊരു ഭാഗത്ത് 2 സെക്ഷൻ നമുക്ക് കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സെക്ഷൻ വരച്ചത് സെക്ഷൻ 1 ആയിട്ടും ഇത് ഇങ്ങോട്ട് സെക്ഷൻ വരച്ചത് സെക്ഷൻ 2 ആയിട്ടും ഒരു ചെറിയൊരു ഭാഗമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ ഭാഗം DS ആയിട്ട് വരും. ഈ ഫിഗർ ക്ലിയർ ആണോ? ഈ ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അതെ. ഇനി ആ ഒരു ചെറിയൊരു സെക്ഷൻ എടുത്ത് പുറത്തോട്ട് വരച്ചത്, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഒരു സെക്ഷൻ, ഇതിവിടെ നിന്ന് സെക്ഷൻ 1ഉം ഇത് സെക്ഷൻ 2ഉം. ഇതിൽ വരുന്ന യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് W Nm/m ആണ്. അപ്പൊ ഇതിന്റെ ഇവിടെ ലെങ്ത്, ആ ചെറിയൊരു ലെങ്ത് മാത്രമേ പറയുന്നുള്ളൂ. ആ ചെറിയ ലെങ്തിനെ DS ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് ക്ലിയർ ആണോ? അതെ. ഇനി നമുക്ക് ഇതിലേക്ക്
ഇനി അപ്പൊ ഈ ഒരു സെക്ഷൻ മാത്രം ഒന്നും കൂടി എടുത്തിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാന്ന് പറയാം. നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് വീണ്ടും എടുത്ത് വരയ്ക്കുമ്പോൾ വീണ്ടും എടുത്ത് ആ ഒരു സെക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യാന്ന് പറയാം. അപ്പൊ ഈ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചേക്കാം. എന്നിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിന് സെന്ററിലായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, സെന്ററിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ഒരു ലോഡ് അപ്ലൈ വരുന്നത് സെന്ററിലാണ്. ആ സെന്ററിലുള്ള ലോഡ് W ആണ്. അപ്പൊ ഇതിന്റെ മൊത്തം ഇതിന്റെ ഇത് കാണാൻ വേണ്ടി ഫോഴ്സ് കാണാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ W×L ആണ്, അല്ലെ, ലെങ്ത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു W×L ആയിരുന്നു ഷിയർ ഫോഴ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് ആയിട്ട് വരുന്നത് W ഇവിടെ L പകരം എന്തായിരുന്നു, ഇവിടെ X ആയിരുന്നു. അപ്പൊ ഇവിടെ W ഇത് X. അപ്പൊ ഇതിന്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് W×dx ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അതുവരെ ക്ലിയർ ആണോ? അതെ. ഇനി ഇതിന്റെ സെന്ററിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഈക്വൽ ഡിവൈഡ് ആയിട്ട്, അപ്പൊ ഈ ഡിസ്റ്റൻസിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 4 മീറ്റർ എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു, 2 മീറ്റർ ആയിട്ടും 2 മീറ്റർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതുപോലെ ഈ DS ഇവിടെ വരെയുള്ള ദൂരം DS ആണ്. DS-നെ by 2 വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉള്ളത് dx/2ഉം ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഉള്ളത് dx/2 ആയിട്ടും കൺസിഡർ ചെയ്യാം. അതുവരെ ക്ലിയർ ആണോ? അതെ. ഇനി ഇതിലേക്ക് ഫോഴ്സ്, ഇവിടെ ഫോഴ്സും മൊമെന്റും ആണ് നമുക്ക് കാണുന്നത്. ഇതിലേക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡൗൺവേർഡ് ഫോഴ്സ് വരുമ്പോൾ ചെറിയൊരു ഡീവിയേഷൻ വരും. അപ്പൊ ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഇതിലാണ് ഫോഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പൊ ആ ഫോഴ്സിനെ നമുക്ക് എന്ന് പറയാം, F+dF എന്നായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഫോഴ്സ് F+dF ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഫോഴ്സ് കൊടുക്കുന്ന രണ്ട് സൈഡിലും ഫോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരെണ്ണം അപ്വേർഡ് ഫോഴ്സ് F ആയിട്ടും അടുത്തത് ഡൗൺവേർഡ് ഫോഴ്സ് F+dF ആയിട്ടും കൺസിഡർ ചെയ്യാം. അത് ക്ലിയർ ആയോ? അതേപോലെ രണ്ട് സൈഡിലും മൊമെന്റം കൊടുക്കാം. മൊമെന്റം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൊമെന്റം M കൊടുക്കുക, ആന്റി ക്ലോക്ക് ഡയറക്ഷനിൽ മൊമെന്റം കൊടുക്കുമ്പോൾ M+dF. അതായത് ഇപ്പൊ നമ്മളിവിടെ കൊടുത്തത് ആകെ നമ്മൾ പറഞ്ഞ ചെറിയൊരു ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞു, ലെങ്ത്തിൽ ചെറിയൊരു ചേഞ്ച്, ആ ചെറിയൊരു ചേഞ്ച് കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ ഫോഴ്സും ആ ഫോഴ്സിൽ കൂടെ ആ ചെറിയൊരു ഡീവിയേഷന്റെ ഫോഴ്സും, അതുപോലെ മൊമെന്റ് എടുക്കുമ്പോൾ ആ ചെറിയൊരു ഡീവിയേഷന്റെ മൊമെന്റും, അതാണ് M+dM-ഉം F+dF-ഉം. അത് ഈ ഫോഴ്സ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും മൊമെന്റ് എടുക്കുമ്പോൾ, ഇവിടുത്തെ മൊമെന്റ് എടുക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഇത് പറയാൻ കിട്ടിയോ? ഇത് മൂന്നെണ്ണാണ് ഈ ഫിഗറിൽ ഞാൻ ഇപ്പൊ എടുത്തു വെച്ചേക്കണം. ഇനി നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് പഠിക്കേണ്ടത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അതിന്റെ ഹൊറിസോണ്ടൽ മൊമെന്റം ഈക്വൽ ടു 0യും വെർട്ടിക്കൽ മൊമെന്റം ഈക്വൽ ടു 0, അതുപോലെ ഹൊറിസോണ്ടൽ വാല്യൂ വെർട്ടിക്കൽ വാല്യൂ മൊമെന്റവും 0 ആയിരിക്കും. അത് മൂന്നും അതിന്റെ സം എന്ന് പറയുന്നത് മൂന്നും 0 ആയിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ പഠിക്കുന്നത്. നോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഹൊറിസോണ്ടൽ വരുന്ന എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുക ഈക്വൽ ടു 0, അതാണ് ഒരു കണ്ടീഷൻ. പിന്നെ വെർട്ടിക്കൽ വരുന്ന എല്ലാ വാല്യൂസും കൂടി സം ചെയ്യുക, അത് ഈക്വൽ ടു 0. അതുപോലെ മൊമെന്റിൽ വരുന്ന മൊമെന്റത്തിന് എല്ലാത്തിനും കൂടി ആഡ് ചെയ്യുക, ഈക്വൽ ടു 0. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഒരു ഫിഗർ ഉണ്ടായിരിക്കും, ആ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് കാണാനുണ്ടാവും, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറയുന്നുണ്ടാവും. അതായിരിക്കും ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ നിന്നും രണ്ട് ഇക്വേഷൻ, നമുക്ക് ഈ ഫിഗറിൽ നിന്ന് രണ്ട് ഇക്വേഷനിലേക്ക് എത്താൻ പോകണം, ഇതിന്റെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി. അപ്പൊ അതിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം ΔH = 0 എന്ന് കൊടുക്കാം. അപ്പൊ ΔH = 0 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വാല്യൂസ് ഒന്നും ഇവിടെ ഈ ഫിഗറിൽ നോക്കിയേ, ഇതിൽ നമുക്ക് ഹൊറിസോണ്ടൽ വാല്യൂ ആയിട്ട് ഒന്നുമില്ല, എല്ലാവരും മുകളിലേക്കും താഴേക്കും വെർട്ടിക്കലായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഹൊറിസോണ്ടൽ വാല്യൂസ് ഒന്നും, അതായത് ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്ന ഫോഴ്സ് വെർട്ടിക്കലാണ്, മൊമെന്റം വെർട്ടിക്കലാണ്, ഇവിടെ വരുന്ന വെയിറ്റ് വെർട്ടിക്കലാണ്, ഇവിടെ വരുന്ന മൊമെന്റവും ഫോഴ്സും വെർട്ടിക്കലാണ്. അപ്പൊ ഹൊറിസോണ്ടൽ വാല്യൂസ് ഒന്നും ഈ ഫിഗറിലില്ല. അതുകൊണ്ട് ഈ ഒരു ടേമിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അടുത്ത ടേം എടുക്കാം, അതായത് σv = 0. അത് വെർട്ടിക്കൽ വാല്യൂസുകളുടെ സം ഈക്വൽ ടു 0 ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ വരെ ക്ലിയർ ആണോ? അതെ. അപ്പൊ ഇനി വെർട്ടിക്കൽ വാല്യൂസ് എടുക്കുക. വെർട്ടിക്കൽ വാല്യൂ എടുക്കുമ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ നോക്കിയേ, ഈ സൈഡ് നമ്മൾ വെർട്ടിക്കൽ വാല്യൂ ആയിട്ട് വരുന്നത് ഒന്ന്, അതായത് ആദ്യം ഷിയർ ഫോഴ്സിന്റെ കേസ് മാത്രം എടുക്കുന്നുള്ളൂ. അപ്പൊ മൊമെന്റം വേണ്ട, ഫോഴ്സിന്റെ കേസ് മാത്രം എടുക്കുന്നുള്ളൂ. ഫോഴ്സിന്റെ കേസിൽ ഫസ്റ്റ് സൈഡിൽ വരുന്നത് ഈ F ആണ്.
അപ്പൊ നമ്മൾ എഫ് എഴുതി. ഈ എഫിന്റെ ആരോ നോക്കിയാൽ മുകളിലേക്കാണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എഫ് എന്ന് കിട്ടി. ഇനി ഇതിൽ വരുന്നത് റൈറ്റ് സൈഡിൽ ഈ എഫ് പ്ലസ് ഡി എഫ് ആണ് വരുന്നത്. ഇവിടുത്തെ ആരോ താഴേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? നെഗറ്റീവ് എഫ് പ്ലസ് ഡി എഫ് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് വെർട്ടിക്കലി വരുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ആണ്. അതും ആരോ താഴേക്ക് ആയതുകൊണ്ട് അതും നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് ഡബ്ല്യു ഡോട്ട് ഡി എക്സ് ഈക്വൽ 0. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ 3 വെർട്ടിക്കൽ ഫോഴ്സിന്റെ കേസിൽ എടുക്കുമ്പോൾ 3 വെർട്ടിക്കൽ വാല്യൂസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അതിന് 3നെ എടുക്കുക. അതിന്റെ സൈൻ കൺവെൻഷൻ നോക്കാം. സൈൻ വരുമ്പോൾ ഫോഴ്സിന്റെ ആരോ മുകളിലേക്കാണ്. അപ്പൊ അത് പോസിറ്റീവ് ആയിരിക്കും. അടുത്ത കേസ് എഫ് പ്ലസ് ഡി എഫ് എടുത്തേക്കുന്നത് ആരോ ഡൗൺവേർഡ് ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഡബ്ല്യു ഡി എക്സിന്റെ ആരോ താഴേക്കാണ്. അതും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ 3 വാല്യൂ കൂടി ആഡ് ചെയ്യുന്നത് ഈക്വൽ 0 ആണ്. നമ്മുടെ സിഗ്മ വി ഈക്വൽ 0 എന്ന് പറഞ്ഞു. ഇത് ഈ ഇക്വേഷൻ കിട്ടി. ഇത് ക്ലിയർ ആണോ ഇവിടെ വരെ? ഇനി ഈ നെഗറ്റീവ് സിമ്പിൾ ഞാൻ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുപോകണം. ബ്രാക്കറ്റിനുള്ളിലേക്ക് വരുമ്പോൾ ഈ പോസിറ്റീവ് എഫ് എന്നുള്ളത് മൈനസ് എഫ് ആവും. ഈ ഡി എഫും മൈനസ് ആവും. ബാക്കി ടേം അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് ഇതിൽ നോക്കിയപ്പോൾ ഒരു പോസിറ്റീവ് എഫും ഒരു നെഗറ്റീവ് എഫും വരും. ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് മൈനസ് ഡി എഫ് മൈനസ് ഡബ്ല്യു ഡോട്ട് ഡി എക്സ് ഈക്വൽ 0. ഇവിടെ വരെ കിട്ടി. ഇനി ഇതിൽ നിന്നും ഈ ഡി എഫിന്റെ ടേമിനെ ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഈ നെഗറ്റീവ് ടേം ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ടേം ആവും. അപ്പൊ ഡി എഫ് ഈക്വൽ ടു ഇത് ബാലൻസ് ഉള്ളത് മൈനസ് ഡബ്ല്യു ഡോട്ട് ഡി എക്സ് വരും. ഇനി ഇതിൽ നിന്നും ഈ ഡി എക്സിന്റെ ഡിയുടെ ടേം വരുന്നതൊക്കെ ഒരുമിച്ചാക്കാം. ഇവിടെ ഡി എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ആണ് അവിടെ. ആ ഇൻറ്റു ടേമിനെ ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആക്കും. അപ്പൊ ഡി എഫ് ബൈ ഡി എക്സ് വരും. ബട്ട് മൈനസ് ഡബ്ല്യു എന്ന് കിട്ടും. ഈ ടേമിനെ നമുക്ക് ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് ബൈ ഡി എക്സ് വരും ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. കേസ് നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. അത് വെർട്ടിക്കൽ വാല്യൂസുകളുടെ വെർട്ടിക്കൽ വെയിറ്റുകളുടെ എല്ലാത്തിന്റെ സമ്മാണ് സിഗ്മ എഫ് വി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. കൂടെ വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. പിന്നെ അതിന്റെ അടുത്ത ഫോഴ്സ് എഫ് പ്ലസ് ഡി എഫ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് വരുന്നുണ്ട്. ഇതിന്റെ സൈൻ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ എഫ് പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ എഫും ഡബ്ല്യു നെഗറ്റീവ് ആണ്. അപ്പൊ അത് അതുപോലെ കൊടുക്കാം. ആ രണ്ടാമത്തെ എഫിന്റെ നെഗറ്റീവ് ബ്രാക്കറ്റുള്ള ടേമിന് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് എഫും ഒരു പോസിറ്റീവ് എഫും വരും. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് മൈനസ് ഡി എഫ് മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് ഈക്വൽ 0 എന്ന് കിട്ടും. ആ ഡി എഫ് മൈനസ് ഡി ഈക്വൽ അപ്പൊ കൊണ്ടുപോകുമ്പോൾ പ്ലസ് ടേം ആയി. അപ്പൊ ഡി എഫ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് വരും. ഇനി ഡി വരുന്ന ടേമുകളൊക്കെ ഒരുമിച്ചാക്കാം. അപ്പൊ ഇൻറ്റു ഡബ്ല്യു ഡി എക്സിന്റെ അടുത്ത് കിടക്കുന്ന ഇൻറ്റു ടേം ഈക്വലിന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണോ? അപ്പൊ ഫോഴ്സും ഷിയർ ഫോഴ്സും ലോഡും തമ്മിലുള്ള റിലേഷനാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത്. അതായത് ഇത് ഫോഴ്സ് ഇത് ലോഡ്. അപ്പൊ ഫോഴ്സും ലോഡും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇതിനെ നമുക്ക് എന്ന് പറയാം? ഈ ഇക്വേഷൻ പറഞ്ഞ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ലോഡിംഗ് ആണ് അല്ലെ? ലോഡിംഗിൽ ഇപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ലോഡിങ്ങിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഈക്വൽ ആണ്. അതല്ലേ ഇക്വേഷൻ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇനി മൊമെന്റ് ആണ് എടുക്കേണ്ടത്. ആ സെയിം ഫിഗറിൽ നിന്നും സിഗ്മ എം ഈക്വൽ ടു 0 കൊടുക്കുക. മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ കൺസിഡർ ചെയ്യാം. ആ ഫിഗറിലേക്ക് തന്നെ പോവാം. അത് ഈ ഫിഗർ അനുസരിച്ച് ഇവിടുത്തെ എഫും ഇൻറ്റു ഡി എക്സ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഫുൾ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഫുൾ ഡിസ്റ്റൻസ് വരുമ്പോൾ ടി എക്സ് വരും. അപ്പൊ ഫസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫോഴ്സും ഈ ഡി എഫും. ഫോഴ്സ് നോക്കിയത് മൊമെന്റ് കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് എഫ് പോസിറ്റീവ് ആയിരിക്കും. എഫ് ഇൻറ്റു ഡി എക്സ് വരും. ക്ലിയർ ആണോ എടുത്തത്? ഇനി അടുത്ത സൈഡ് എടുക്കാം. അടുത്ത സൈഡ് വരുമ്പോൾ ഇവിടെ വരുന്നത് ഇനി വരുന്നത് മൈനസിന്റെ ടേം ആ വെയിറ്റിന്റെ ടേം എടുക്കാം. വെയിറ്റിന്റെ ടേം എടുക്കുമ്പോൾ നോക്കിയേ വെയിറ്റിന്റെ ടേം വരുമ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ടേം ഡബ്ല്യു ഇൻറ്റു ഡി എക്സ്
ഈ ഡി എക്സ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ dx/2 വരും. അടുത്ത ടേം ഈ ആരോ ഇതിലേക്ക് വരുന്നത് നെഗറ്റീവ് സിമ്പിൾ ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ആണ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് w dx/2 വരും. ഇനി വരുന്നത് ബാലൻസ് ഈ ടേം ആണ്. ഈ ഒരു ടേം ആണ് ഇനി അടുത്ത് വരുന്നത് മൊമെന്റത്തിന്റെ കേസ് വരുമ്പോൾ. അപ്പൊ ഇതും നോക്കിയേ, ഇതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് ഇതും നെഗറ്റീവ് വരും. m പ്ലസ് dm വരും. ഇതിന്റെ ഒരു മൂടി കൺസിഡർ ചെയ്യണേ. ഇവിടുത്തെ ഒരു മൊമെന്റും കൂടി ഇവിടെ കൺസിഡർ ചെയ്യണ്ടേ. ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഇതിന്റെ ഈ കേസ് എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഒരു എം കൂടി ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യണം. അതാണ് ഈ പ്ലസ് എം കൂടി വരുന്നത്. അതായത് ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ എമ്മും നമ്മൾ നോഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എത്ര പോയിന്റ് ഒന്നും ഇവിടെ നമുക്ക് എഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ എഫും ഡി എക്സും കിട്ടും. മൈനസ് ഇവിടെ വരുന്ന വെയിറ്റ് w ഇൻറ്റു dx/2 പ്ലസ് ഈ ഒരു എമ്മും വരും. ഇവിടെ ഒരു പ്ലസ് എമ്മും വരും. പിന്നെ താഴത്തെ കേസിൽ മൊമെന്റം വരുന്നത് വീണ്ടും നെഗറ്റീവ് ഓഫ് എം പ്ലസ് ഡി എം വരും. ഇതുവരെ കിട്ടിയത് ക്ലിയർ ആണോ? ഈ എഫ് ഡി എക്സ് കിട്ടിയത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പറയൂ. എഫ് ഡി എക്സ് കിട്ടി, അത് കഴിഞ്ഞിട്ട് അതെ ഫിഗർ ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു എഫും ആ ഫിഗറിന്റെ എഫും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടി ഉള്ള ദൂരം എഫ് ഇൻറ്റു ഡി എക്സ് കിട്ടി. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് വന്നു. പിന്നെ ഇതിലേക്ക് വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് w dx ആണ്. അതിന്റെ ഒരു സൈഡ് മാത്രം കൺസിഡർ ചെയ്യണമെങ്കിൽ ഇൻറ്റു എന്ത് വരും, ഒരു dx/2 ആണ് വരും. ഇത് ഒരു സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫിഗറിലേക്ക് ഒന്നും കൂടി പോട്ടെ. അതായത് ഇത് എടുക്കുമ്പോൾ ഇത് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ഈ വെയിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഈ w ഇൻറ്റു ഡി എസ് വരും. ഇവിടുത്തെ വെയിറ്റ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ dx/2. ഇത് കൺസിഡർ ചെയ്യാം. ഇത് നെഗറ്റീവ് താഴേക്കാണ് സിമ്പിൾ വരുന്നത്, ആരോ വരുന്നത്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് വരും. അപ്പൊ സെക്കൻഡ് ടൈം കിട്ടി. ഇവിടെ വരെ കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇതുവരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് മുകളിൽ ഈ സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഈ പോയിന്റ് തുടങ്ങിയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഈ പോയിന്റ് തുടങ്ങി കൺസിഡർ ചെയ്യുമ്പോൾ ഇത് എം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ എമ്മും പിന്നെ ഇതിലേക്ക് അഫക്ട് ചെയ്യുന്ന മൊമെന്റം ഓഫ് ആ ചെറിയൊരു ഡീവിയേഷൻ. അപ്പൊ ഈ എമ്മും വരണം. ഈ എം പ്ലസ് ആയിട്ട് എടുക്കും. അതെന്ന് വെച്ചാൽ അത് മുകളിലേക്കുള്ള സിമ്പിളാണ് അല്ലെ. ഇതിന്റെ ആരോ മുകളിലേക്കാണ്, അതുകൊണ്ട് പ്ലസ് എം കിട്ടും. ഇനി ഇവിടെ വരുമ്പോൾ നോക്കിയാൽ എം പ്ലസ് ഡി എം എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഇവിടെ നടിയിൽ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരും. അപ്പൊ നെഗറ്റീവ് ഓഫ് എം മൈനസ് ഡി എം വരും. പിന്നെ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, എം പോസിറ്റീവ് മൈനസ് ഓഫ് എം പ്ലസ് ഡി എം ഈക്വൽ 0. ഇപ്പൊ ക്ലിയർ ആണോ ഈ ഇക്വേഷൻ എടുത്തത്? ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇവിടെ നോക്കിയേ, ഈ ഡി എക്സും ഈ ഡി എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. dx ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, dx² / 2 ആക്കാം. അത് ഒരുമിച്ച് സെറ്റ് ആക്കാം. അപ്പൊ w ഇൻറ്റു ഡി എക്സ് എന്നുള്ളത് dx² / 2 എന്ന് എഴുതി. ഇവിടെ f ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഇത് മൈനസ് സിമ്പിൾ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആയി. ഇനി ഇവിടെ നേരത്തെ ചെയ്ത പോലെ ഈ മൈനസിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉള്ളിലേക്ക് മൈനസ് വരുന്ന സമയത്ത് മൈനസ് എം മൈനസ് ഡി എം എന്ന് വരും. അപ്പൊ ഈ പ്ലസ് എമ്മും ഈ മൈനസ് എമ്മും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ബാലൻസ് ഇവിടെ നിന്നുണ്ട് മൈനസ് ഡി എം ഉണ്ട്. അപ്പൊ ഇവിടെ മൈനസ് ഡി എം കൊടുക്കുക, ഈക്വൽ ടു 0. ഇത് ക്ലിയർ ആയോ? ഇനി നമ്മളോട് പറയുന്നത് ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയൊരു ടേമിനെ കൺസിഡർ ചെയ്യാനാണ് നമ്മൾ ഡി എസ് ആയിട്ട് എടുക്കാം. ആ ഒരു ചെറിയൊരു പോർഷൻ എടുക്കാനായിട്ട്. അപ്പൊ ആ ചെറിയൊരു പോർഷന്റെ വീണ്ടും ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും അതിന് ഡിവൈഡ് ചെയ്ത് സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും അതിനേക്കാൾ ചെറുതാവും. അങ്ങനെ ചെറുതാവുന്നത് കൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലേറ്റ് ചെയ്ത് കളയാം. ഈ ടേം മൊത്തം നെഗ്ലേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇതിനെ നമുക്ക് എടുക്കണ്ട. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, എഫ് ഡി എക്സ് മൈനസ് ഡി എം ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ എഫ് ഡി എക്സ് മൈനസ് ഡി എം എന്നായി. ഇനി ഈ
ഡി എമ്മിന് മൈനസ് ഡി എമ്മിന് ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എഫ് ഡി എക്സ് ഈക്വൽ ടു ഡി എം എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ ഡി എക്സിന്റെ ടേമുകൾ ഒരുമിച്ചാക്കണം. അപ്പൊ ഡി എം ബൈ ഡി എഫ് ഡി എക്സ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. ഇപ്പൊ മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. ഇക്വേഷൻ വന്നാൽ ക്ലിയർ ആണോ? ആ അതെ. അപ്പൊ ഇതിനെ നമുക്ക് എന്താ പറയാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ദ ഷിയർ ഫോഴ്സ് ഓഫ് ദി സെക്ഷൻ. അപ്പൊ നമുക്ക് ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള ഇക്വേഷൻ അവിടെ കിട്ടിയത്. ക്ലിയർ അല്ലേ? ആ അതെ. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഷിയർ ഫോഴ്സും മൊമെന്റവും വെയിറ്റ് ലോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയത്. ഓരോ ഇക്വേഷൻ ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു, അടുത്തത് ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് എന്നും കിട്ടി. ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് എന്നും കിട്ടി. ഡി എഫ് ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നും കിട്ടി. അങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ചോദിച്ചുകൂടാന്നില്ല കേട്ടോ. ഇതുവരെ ക്ലിയർ ആണോ? ആ അതെ. ഇതിൽ കുറച്ച് നോട്ട്സ് ഉണ്ട്, നോക്കാം. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാന്ന് വെച്ചാൽ അതിലുള്ള എല്ലാ ഫോഴ്സുകളും മൊമെന്റവും ആക്ട് ചെയ്യുന്നത് 0 ആയിട്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്താ പറയുക, ചില ഒരു ബോഡി റെസ്റ്റിലാണെന്ന് കൺസിഡർ ചെയ്യുക. റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്റ്റിലോ മൂവിലോ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോഴ്സും മൊമെന്റവും 0 ആയിരിക്കും. അപ്പൊ സിഗ്മ എഫ് സിക്കൽ 0 എന്ന് കൊടുക്കാം, നമുക്ക് സിഗ്മ എം സിക്കൽ 0 എന്ന് കൊടുക്കാം. ഈ എഫിന് പകരം ഹൊറിസോണ്ടൽ ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷനായിട്ട് കൊടുത്താൽ മതി. അപ്പൊ സിഗ്മ എച്ച് സിക്കൽ 0, ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് 3 സിഗ്മ എച്ച് സിക്കൽ 0, സിഗ്മ വി സിക്കൽ 0, സിഗ്മ എം സിക്കൽ 0. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഫോഴ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊമെന്റം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതാണ് എം സിക്കൽ ടു എഫ് ഇൻറ്റു ഡി. ഇത്രയും ക്ലിയർ ആണല്ലോ? അതെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ബീം എന്താണെന്ന് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീം പഠിച്ചു, ബീമിന്റെ ലോഡ് അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു. പിന്നെ പറഞ്ഞത് പഠിച്ചു, പിന്നെ ഷിയർ ഫോഴ്സ് എന്താണെന്നും മൊമെന്റം ഫോഴ്സ് എന്താണെന്നും പഠിച്ചു. അതിന്റെ ഡയഗ്രം എങ്ങനെ വരാന്ന് പറഞ്ഞു. പിന്നെ റിലേഷൻഷിപ്പ് പറഞ്ഞു, ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ചോദിക്കാം. ഈ നോട്ട് അയച്ചു തരണോ? ആ നോട്ട് അയച്ചു, നോട്ട് സാറിന് കൊടുക്കുക, സാറ് തരും. ആ ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ദിവസം നോക്കാം. ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വരാം കേട്ടോ. ആ ഓക്കെ, ഒന്ന് ലീവ് ചെയ്തു.